ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വാവ് വൈഷ്ണുട്ടി. അപ്പോൾ ഇന്ന് നമ്മൾ കോട്ടയിൽ പോയൊരു വീഡിയോ ആണ്. സാധാരണ നമ്മൾ കോട്ടൻ്റെ ഉള്ളിൽ പോകാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അവിടുത്തെ ഗാർഡനിൽ പ്ലേ ഗ്രൗണ്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ എത്തിയതും അവിടെ ഫ്രണ്ടിൽ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു. അവിടെ സ്ലൈഡും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് നേരം കളിച്ചിട്ട് ഞങ്ങൾ ഊഞ്ഞാലാടാൻ വേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ വൈഷ്ണുവിന് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ കുറേ നേരം നാടി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഈ സ്പൈഡർ വെബ് പോലത്തെ എന്തൊരു സാധനത്തിൽ കയറി. ഓക്കെ, ഇത് കയറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതുകൊണ്ട് നേരെ കയറാനൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ എനിക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിൽ ഞാൻ ഇതിൻ്റെ മേലെ കയറി കുറേ പോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പ കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. എനിക്ക് കയറിയിട്ട് ഏതി കൂടെയൊക്കെ കാലിൻ്റെ ഒരു ഇതുമില്ല. ഓക്കെ, പിന്നെ വൈഷ്ണു അതിൻ്റെ ഇടയിൽ കൂടെ എന്നെ പിടിച്ച് വലിക്കലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറേ പോസ്റ്റൊക്കെ ഇട്ട് പപ്പ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ വൈഷ്ണുവിനെ ഏറ്റവും താഴത്തേൽ കയറ്റി നിർത്തിയിട്ടുകൂടി അവൾക്ക് പേടിയായി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതുകൊണ്ട് തന്നെ അവൾക്ക് കുറച്ച് പേടിയായി. പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ പപ്പ എടുത്തു തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ ഇങ്ങനെ എന്തോ ഈ പിടിച്ച് കയറുന്ന സാധനമില്ലേ, അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കുറേ നേരം ചടി കളിച്ചു. പിന്നെ അവിടെ മഷ്റൂം പോലത്തെ ഒരു സാധനം കണ്ടില്ല, അതിലൊക്കെ ഞാൻ കയറാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. പിന്നെ വൈഷ്ണുവിന് ഈ മാരിഗോ റൗണ്ടിൽ കയറണമെന്ന് കണ്ടിട്ട് അവളിൽ അതിൽ കയറ്റി വിട്ടു. മാരിഗോ റൗണ്ട് തന്നെയാണ് തോന്നുന്നു. ഓക്കെ, അതിൽ കയറ്റി. പിന്നെ വൈഷ്ണുവിനെ കുറേ നേരം കളിപ്പിക്കുകയായിരുന്നു. അങ്ങനെ വൈഷ്ണു കുറേ നേരം ആടുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വൈഷ്ണു ഇതിൽ കയറിയിരുന്നു. ഓക്കെ, ഇതിലിരുന്നപ്പോൾ ചേച്ചീനെയും കൂടി ഇരുത്തിയതാണ് അവൾ. പക്ഷെ ചേച്ചി ഇരുന്നത് അവൾ വീഴുകയും ചെയ്തു. അതിൻ്റെ പേരിൽ അവൾ എന്നിട്ട് പൊരിക്കായിരുന്നു. ഓക്കെ, പിന്നെ അവൾക്കത് മതിയായി, വീണതുകൊണ്ട് മതിയായി. പിന്നെ അവൾ സ്ലൈഡിൽ കയറാൻ നോക്കി. പക്ഷെ അവൾക്ക് സ്ലൈഡ് കുറച്ച് പേടിയാണ്. ഓക്കെ, കാരണം അവൾക്ക് ഇങ്ങനെ ഉരുത്തിയിട്ട് ഡയറക്റ്റ് പോയാലോ എന്നൊരു പേടിയാണ്. അതുകൊണ്ട് അവളെ പിടിച്ചിട്ടായിരുന്നു ഇറങ്ങണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ നേരം അവളുടെ പേടിയൊക്കെ മാറ്റാൻ വേണ്ടി ഞാൻ കുറേ നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ടയേർഡായപ്പോൾ ഞാൻ അവിടെ തന്നെ കണ്ട ഒരു ബെഞ്ചിലൊക്കെ കയറിയിരുന്നു. പപ്പ വൈഷ്ണുവിനെ ഇതാക്കിയായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അപ്പുറത്തുള്ള ഒരു ഊഞ്ഞാലിൽ ആടാൻ വേണ്ടി പോയി. പപ്പ ബാക്കിൽ നിന്ന് ആട്ടിത്തരുന്നുണ്ടായിരുന്നു. ഓക്കെ, വൈഷ്ണുവിനെ ഞാൻ സ്വയം ആടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു സാധനത്തിൽ കയറി. ഇതെന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഭയങ്കര ഷോയിൽ എനിക്കിതെന്താണെന്നുള്ള അറിയാം. ആദ്യം ഇതിൽ പിടിച്ച് കയറിയിട്ട് കമ്പിക്കൂടെ ഉരുതി വരുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഷോക്ക് കാണിച്ചു. പിന്നെ വൈഷ്ണുവിനെ അതിൻ്റെ മേലെ കയറ്റിയിട്ട് വൈഷ്ണു ഒരു പ്രാവശ്യം അതിൽ കൂടെ ഉരുതി വന്നു. പിന്നെ സെക്കൻഡ് ടൈം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയതാണ്. ഓക്കെ, അപ്പോൾ വൈഷ്ണു കയറിയിട്ട് പിന്നെ ഫുള്ളായി കയറിയില്ല, ചേച്ചി ഒന്നും കൂടി കയറി പറഞ്ഞ് നിന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ച് കയറി, അതിൽ കൂടെ ഉരുതി വന്നു. വൈഷ്ണവും കയറാൻ വേണ്ടി നോക്കി. ഫസ്റ്റ് അവൾ ആദ്യം എൻ്റെ കൂടെ ചെയ്തപ്പോൾ അവൾ കയറി. പിന്നെ അവൾക്ക് കയറാനൊരു മൂഡില്ല. പിന്നെ അവൾ ഇതിലൊക്കെ പിടിച്ച് തൂങ്ങായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മങ്കി ബാർ അങ്ങനെ എന്താ പറയും, അപ്പം അതിൽ കയറി. പക്ഷെ എനിക്കെന്താണെന്നറിയില്ല, അതിൻ്റെ കൈ വഴുകിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഓക്കെ, പാമ്പിൽ പിടിക്കാൻ നോക്കിയിട്ട് ഫിംഗേഴ്സിലാണ് എനിക്ക് വന്നുകൊണ്ടിരുന്നത്. അത് വെറുതെ വഴുതിപ്പോയി. പിന്നെ ഞാൻ അവിടെ കിടന്ന് ആടിയിട്ട് കാര്യമില്ല എന്നുള്ള മനസ്സിലായതുകൊണ്ട് ഞാൻ അത് വിട്ടു. പിന്നെ ഈ ഒരു സാധനത്തിൽ ഞാൻ കയറി. ഞാൻ നല്ല ഏണികളൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഈ ആടിന് ഏടിയിൽ തന്നെ കയറി. ഓക്കെ, കയറാൻ കുറച്ച് പാടായിരുന്നു. ഞാൻ ഒരാവശ്യമില്ലാണ്ട് പ്രശ്നങ്ങളിൽ കൊണ്ട് തലയിടുക എന്നൊക്കെ പറയില്ല, അതേപോലെയായിരുന്നു. അതിൽ കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഷോ കാണിക്കാൻ വേണ്ടി കയറിയതാണെങ്കിലും കയറിയപ്പോൾ ഫുള്ള് ഒരുമാതിരി വീഴാൻ പോണ ഫീലായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എനിക്കാണെങ്കിൽ മര്യാദയ്ക്ക് കയറാനും പറ്റില്ല. ഞാൻ ഏതിലേക്കോ പിടിച്ച് ചവിട്ടി കയറിയായിരുന്നു. എന്നിട്ട് വേറെ ഇതിൻ്റെ ഉള്ളിൽ കാല് വയ്ക്കാൻ പറ്റുന്നില്ല. അതിന് ശേഷം അപ്പുറത്തുള്ള ഏണിയിലൊക്കെ ചവിട്ടി എങ്ങനെയൊക്കെയോ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നേരെ ഇരിക്കാനൊന്നും സമയം കിട്ടിയില്ല. ഞാൻ തിരിഞ്ഞിരുന്നു. പിന്നെ അതിൻ്റെ മേലെ തോട്ടയിൽ കൂടിയൊക്കെ എണിച്ച് നിന്ന് കുറേ നേരം ഷോ ഒക്കെ കാണിച്ചു. ഓക്കെ, പിന്നെ പപ്പയും അമ്മയും കൂടി ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. എൻ്റെ വൈഷ്ണവോടൊന്ന് കയറാൻ നോക്കണ പോലെ നിന്നു. പിന്നെ അവൾക്ക് കയറാൻ ഭയങ്കര പേടിയായിരുന്നു, അത് ആടുന്നുകൊണ്ട്. പിന്നെ ഞാൻ ഇറങ്ങാൻ നോക്കണു, ഈ ഏണികളിൽ കൂടി ഒന്നും ഇറങ്ങാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. അത് എന്താ പറയുക, ഒരു കമ്പി അതിൻ്റെ സെൻറ്ററിലായിട്ട് നിൽക്കണ പോലെയാണ് 4 ഏണികളുടെ. ഏതിൽ കൂടെ കയറണമെന്ന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. പപ്പ അവിടെ നിന്ന് ജാങ്കോ നീ പെട്ടടാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പേടിപ്പിക്കുകയായിരുന്നു.
പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ച് അതിൽ കൂടിയൊക്കെ ഇറങ്ങാൻ വേണ്ടി നോക്കി. അവസാനം ഇറങ്ങാൻ പറ്റി. വൈഷ്ണവ് അവിടെ നിന്ന് ഒറ്റ ചിരിയായിരുന്നു ഞാൻ എനിക്ക് ഇറങ്ങാൻ കിട്ടാത്തതിൻ്റെ പേരിൽ. ഞാൻ ഷോ കാണിച്ച് കയറിയിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. ഓക്കെ, അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ചിരിക്കും കളിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വൈഷ്ണുവിനെ വേറൊരു വലിയ സ്ലൈഡിൽ കയറാൻ വേണ്ടി കൊണ്ടുപോയി. ഓക്കെ, ഇതിങ്ങനെ ചുറ്റി കണ്ടതും വൈഷ്ണുവിന് അതിൽ ഇരിക്കാനൊരു പേടി. അപ്പം എന്നെയും കൂടി അവൾ വലിച്ചെഴുത്തി മേലേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ ഫസ്റ്റ് ഇരുന്നു. അവൾ എൻ്റെ ബാക്കിൽ എൻ്റെ കഴുത്തിൽ പിടിച്ചിരിക്കുകയായിരുന്നു. അതിങ്ങനെ ഉരുതാനൊക്കെ ഓക്കെ ആയിരുന്നു, പക്ഷെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് കുറച്ച് ഇറുകണ ഫീലായിരുന്നു എനിക്ക്. വൈഷ്ണു ഇങ്ങനെ പിടിച്ച് അമുക്കി നിൽക്കുകയായിരുന്നു. എനിക്കൊന്ന് കുറച്ച് ലൂസേ പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കൂടുതൽ ടൈറ്റാക്കുക. എനിക്കാണെങ്കിൽ ഉരുതുന്ന സ്പീഡിൽ ഇവള് പിടിച്ച് നിൽക്കണിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഇറങ്ങി വന്നു. പിന്നെ വൈഷ്ണുവിനെ നോക്കി ചിരിച്ചു. അങ്ങനെയൊക്കെ കുറേ നേരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.